എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒരേ ആവശ്യവുമായി എത്തിയിരിക്കുന്നു. രാജ്യത്തെ തന്നെ നടുക്കത്തിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലോക്സഭയിൽ ശൂന്യവേളയിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു രാഹുലിന്റെ ഈ പ്രതികരണം. വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായിട്ടുണ്ട്. ഭരണപക്ഷ അംഗങ്ങൾ ഞങ്ങളെ സംസാരിക്കാനും പ്രസ്താവന നടത്താനും അനുവദിക്കാത്തതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വയനാടിനു വേണ്ടി സമഗ്രമായ പുനരധിവാസ പാക്കേജും നഷ്ടപരിഹാരവും നൽകണമെന്നും രാഹുൽ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എന്റെ സഹോദരിയോടൊപ്പം വയനാട് സന്ദർശിച്ചു. ഈ ദുരന്തത്തിന്റെ ഫലമായുണ്ടായ വേദനയും കഷ്ടപ്പാടും ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. 400-ലധികം ആളുകളാണ് മരിച്ചത്. ധാരാളം ആളുകളെ കാണാതായി. ദുരന്തമുഖത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ NDRF, SDRF, ആർമി, നാവികസേന, കോസ്റ്റ് ഗാർഡ്, അഗ്നിശമന സേന എന്നിവയുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു. കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവയുൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹായം വയനാടിനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാടിന് ദുരന്തത്തെ അതിജീവിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സമഗ്രമായ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പിന്തുണ ഉറപ്പാക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുരന്തം നടന്ന പല സ്ഥലങ്ങളും തങ്ങൾ സന്ദർശിച്ചു. കുടുംബം ഒന്നാകെ നഷ്ടമായവരും ഒരാൾ മാത്രം അവശേഷിക്കുന്നവരെയും അവിടെ കാണാം. ദുരന്തമുഖത്ത് വ്യത്യസ്ത ആശയങ്ങൾ പരിഗണിക്കാതെ എല്ലാ കമ്മ്യൂണിറ്റികളും ആളുകളെ സഹായിക്കാൻ ഒരുമിച്ച് വരുന്നത് കാണുന്നത് സന്തോഷകരമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ണിടിച്ചിലിനെ തുടർന്ന് സുപ്രധാന റോഡുകൾ ഇല്ലാതായത് പ്രതിസന്ധി രൂക്ഷമാക്കിയെന്ന് അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. ഇതൊരു വലിയ ദുരന്തമാണ് എന്ന് മനസ്സിലാക്കി സമഗ്രമായ പുനരധിവാസ പാക്കേജ് നൽകണം. ദുരന്തബാധിതർക്ക് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തുമെന്നാണ് വിവരം. ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ L3 ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ 75% ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കിട്ടും. ജൂലൈ 30-നായിരുന്നു വയനാട്ടിൽ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഓഗസ്റ്റ് 2-നാണ് ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും രാഹുലും പ്രിയങ്കയും സന്ദർശനം നടത്തിയത്. വയനാട് ദുരന്തത്തിന്റെ 10-ാം ദിനമായ ഇന്നും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 152 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇന്നലെ മൃതദേഹ ഭാഗം കിട്ടിയ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നും കൂടുതൽ പരിശോധന നടത്തുക. തിരച്ചിലിന് കടാവർ നായകളും ഉണ്ടാകും. ചുരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാർ കേന്ദ്രീകരിച്ചും പതിവ് തിരച്ചിലുണ്ടാകും. ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകളും ഇന്ന് തുടരും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വയനാടെത്തും. വയനാട്ടിൽ നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമായി സർക്കാരിന് വേണ്ടത് 1000 കോടിയോളം രൂപയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയും സാലറി ചാലഞ്ചിലൂടെയും 500 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. സാലറി ചാലഞ്ചിലൂടെ 350 കോടിയാണ് പ്രതീക്ഷ. എല്ലാവരും 5 ദിവസത്തെ ശമ്പളം നൽകിയാൽ 660 കോടി രൂപ വരെ ലഭിക്കും.